ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം. വെറുതെ ഇട്ടാ പോരാ. അത് ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. എന്താണ് നോയൻപ്? തമിഴിലുള്ള അൻപ് എന്ന വാക്കും നോവ് എന്ന വാക്കും ചേർന്നിട്ടാണ് നോയൻപ് ഉണ്ടായത്. അത് പിന്നെ മുസ്ലിങ്ങൾ പറയുമ്പോൾ നോമ്പായി ചുരുങ്ങിയിട്ട്. നോവ് വേദന, അൻപ് സ്നേഹം. വേദനിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴാണ് നോമ്പ്. വേണ്ടെന്ന് വെച്ച ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോഴേ വ്രതം പൂർണ്ണമാവുന്നുള്ളൂ. മനസ്സിലായോ? ചില ആളുകളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ പകല് തിന്നാണ്ടിക്കും, റെയിൽവേ ഗേറ്റ് അടഞ്ഞ പോലെ അതിൻ്റെ കൂടി സന്ധ്യ അല്ലേ, റെയിൽവേ ഗേറ്റ് അടഞ്ഞാൽ കുറേ നേരം വണ്ടി പോവില്ല, പക്ഷെ തുറന്നല്ലോ ഒന്നിച്ചു പോവും. സന്ധ്യ വരെ തിന്നാണ്ടിക്കും, സന്ധ്യക്കെല്ലാം ഒന്നിച്ച് തിന്നുന്നതുണ്ട് നോമ്പാ. മനസ്സിലായോ? അതല്ല, ഞാനിത് ഇവിടെ പറയല്ല, ആടെയും പോയി പറയലുണ്ട്, അവരെ സ്ഥലത്തും പോയി പറയാറുണ്ട്. അങ്ങത് നോമ്പല്ല. ഞാൻ വേണ്ടെന്ന വെച്ച ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കണം, അതാണ് വ്രതം. വേണ്ടെന്ന് വെക്കണം. 41 ദിവസം. നമുക്ക് വൃശ്ചികമുണ്ട്, ധനുണ്ട്, മകരമുണ്ട്, കുംഭമുണ്ട്, മീനുണ്ട്, മേടമുണ്ട്, ഇടവുണ്ട്, മിഥുനമുണ്ട്, കർക്കിടകമുണ്ട്, ചിങ്ങമുണ്ട്, കന്നിയുണ്ട്, തുലാമുണ്ട്. 12 മാസമുണ്ട്. പക്ഷേ 12 മാസം 30-31 ദിവസം വന്നത് AD 825 ശേഷം, ഈ നമ്മുടെ ഈ പഞ്ചാംഗം വന്നതിന് ശേഷം. AD 825 കൊല്ലത്ത് വെച്ചൊരു കൊല്ലം ഉണ്ടാക്കി. അതാ 1200 കൊല്ലം മുമ്പ്. 1200 കൊല്ലം മുമ്പ് കൊല്ലത്ത് വെച്ചൊരു കലണ്ടർ ഉണ്ടാക്കി. അതിന്റെ പേരാ പഞ്ചാംഗം. ഈ പഞ്ചാംഗം വരുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല, നമുക്ക് നക്ഷത്രമേ ഉള്ളൂ. ഈ നക്ഷത്രം 28 നക്ഷത്രവും കഴിഞ്ഞ് ഫസ്റ്റ് നക്ഷത്രം വരുന്ന ദിവസമാണ് 28ാമത്തെ ദിവസം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന കണക്ക് വെച്ചിട്ട് 27 ഉള്ളൂ. അപ്പൊ 28ാമത്തെ ദിവസം പേര് വിളിക്കൂ. അരയില് നൂല് കെട്ടുന്നതിനാ? സംസ്കാരം പിരിച്ചുണ്ടാക്കുന്ന ഈ നൂലെന്ന് പറയുന്നത് നാടകത്തിന് സൂത്രം പിടിച്ചവൻ, സൂത്രധാരൻ, സംവിധായകൻ. ഉപനയനം നടത്തുമ്പോൾ നൂല് കെട്ടില്ല. ആ നൂലില്ലെങ്കിൽ പട്ടത്തിന് വിലയില്ല. കുട്ടികൾ ഇങ്ങനെ ഉയരത്ത് പറക്കുക. അവരെ വിചാരം നമ്മൾ ഭയങ്കരനാന്ന. നിങ്ങളുടെ കയ്യിൽ ഈ നൂലില്ലെങ്കിൽ പട്ടം തലകുത്തി വീഴുന്ന അവരോട് പറയണം. നൂല് നിങ്ങളുടെ കയ്യില. ആ നൂല് ഒരു കഷ്ണമല്ല, പിരിച്ചു നീട്ടുന്നതാ. എന്റെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയെ ഞാൻ പിരിച്ചത്, ഞാൻ പിരിച്ചതിന്റെ ബാക്കി എന്റെ മക്കൾ പിരിക്കണം. ആ നൂല് അരയിൽ ബന്ധിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ മൃഗതൃഷ്ണകളെ, മൃഗചോദനകളെ, മനസ്സിന്റെ ഭാവനകൾ സംസ്കാരം കൊണ്ട് നിയന്ത്രിക്കുന്നതാണ് അരയിലെ നൂല് കെട്ട്. മനസ്സിലായോ? അന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ, അവന്റെ മനസ്സിന് അവന്റെ ഹാർഡ്വെയർ വളർത്തിയാൽ പോരാ, അവന്റെ സോഫ്റ്റ്വെയർ വളർത്തണം. അവന് സ്നേഹം കൊടുത്താൽ പോരാ, അവന് സംഗീതം കൊടുക്കണം, അവന് കഥ കൊടുക്കണം, അവന് പാട്ട് കൊടുക്കണം, അവന് ദർശനം കൊടുക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ രക്ഷിതാവൂ. ഈ നൂല് കെട്ടിയാൽ പോരാ. അതാണ് നൂല് കെട്ടല്. അപ്പൊ ഈ 27 ദിവസം നക്ഷത്രമുള്ളൂ. 12 മാസവും 27 ദിവസവും കൂടി എത്രയാ? 12 ഗുണിക്കണം 27 സമം 324. പക്ഷെ ഭൂമി സൂര്യനെ ചുറ്റാൻ 365 ദിവസം വേണോ? ഇത് കാലിയാവുന്നില്ല. അപ്പൊ ബാക്കിയുള്ള ദിവസം വ്രതാനുഷ്ഠാനത്തിനൊരു മാസം ഉണ്ടാക്കി. 365 മൈനസ് 324 സമം 41 മണ്ഡലകാലം. പിടികിട്ടിയ 41 കണക്ക് മനസ്സിലായ? മണ്ഡലകാല മാസം 41 ദിവസം. ആ 41 ദിവസം വേണമെന്ന് വെക്കാനല്ല, വേണ്ടാന്ന് വെക്കാനുള്ള മാസമാണ്. മനസ്സിലായോ? വേണ്ടാന്ന് വെക്കാനുള്ള മാസമാണ്. ബാക്കി 324 ദിവസം നിങ്ങൾ വേണമെന്ന് വെച്ചോ. രാമായണത്തിൽ അതിമനോഹരമായിരിക്കുന്നൊരു ഉപദേശമുണ്ട്. ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നിങ്ങൾക്ക് സുഖഭോഗങ്ങളാവാം, വിധികൃതമായത് അനുഭവിക്കാം, പക്ഷെ അതിനു വേണ്ടി മാത്രം മെനക്കെടരുത്. കുറച്ച് സമഷ്ടിക്ക് വേണ്ടി നീക്കി വെക്കണം. കുറച്ച് കാര്യം ബഹുജന സുഖായ, ലോകത്തിന് വേണ്ടി നീക്കി വെക്കണം. ഭാരത തത്വശാസ്ത്രം പറയുന്നത് എത്ര വിശ്വം ഭവത്യേക നീടം, ലോകം എത്ര വലുതായാലും നമ്മളെല്ലാം ഒരു കൂട്ടിലെ പക്ഷികളാണ്. ഇപ്പൊ അതെന്തായി? എത്ര വിശ്വം ഭവത്യാത്മനീടം, അവനവനാകുന്ന കൂട്ടിലെ പക്ഷിയായി ചുരുങ്ങിയ. അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ഞാൻ മാത്രം മതി, എനിക്കൊരു ഫോൺ എടുക്കാനാണ് ഈ സാംസ്കാരിക സമ്മേളനം. മനസ്സിലായോ?
ആധ്യാത്മികതയും ആത്മീയതയും ഭക്തിയും എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക. ദൈവത്തെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ദൈവം മോശമായിട്ടില്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ നന്നാക്കുന്നത്? നന്നാവേണ്ടത് ആരാ? നമ്മളാണ്, നമ്മുടെ സമൂഹമാണ്. ഞാൻ ഒറ്റക്ക് നന്നായാൽ മതിയോ? പോരാ. അവിടെയാണ് ഉള്ളൂരിന്റെ വരികൾ. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേരിൽ അമർന്നിരിക്കേ, താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തു ചാരിതാർത്ഥ്യം. അജ്ഞതയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ചലിക്കുണ്ടിലാണ്ട് കിടക്കുന്ന ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെടുമ്പോ ഞാൻ ഒറ്റയ്ക്ക് തപസ് ചെയ്തിട്ട് മോക്ഷം പ്രാപിക്കുന്ന തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യമാണ് ഉണ്ടാവുക എന്നുള്ളൂര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നായന്മാരെ സർവീസ് ചെയ്യാനുള്ള സൊസൈറ്റി അല്ല നായർ സർവീസുകാർ. നായന്മാർക്ക് സർവീസ് എന്താന്ന് പഠിപ്പിച്ചിട്ട് സമൂഹത്തെ സർവീസ് ചെയ്യാൻ ഉള്ള സംഘടിത ബോധമാണ് നായർ സർവീസ് സൊസൈറ്റി. ചില ആൾ ധരിച്ചു പോയത് നായന്മാരെ സർവീസ് ചെയ്യാനുള്ള സൊസൈറ്റിയാണെന്നല്ല. നായന്മാരൊത്തുകൂടി സമൂഹത്തിന് സർവീസ് ചെയ്യുവാനുള്ള സൊസൈറ്റിയാണിത്. അതാണ് ഇവിടെ കണ്ടത്. ഈ സമൂഹത്തിന് നായരെന്നോ ഈഴവനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ ഈശാവാസ്യം ഇതം സർവം, എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട് സ്നേഹത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ബോധത്തോടുകൂടി സത്യം അന്വേഷിക്കുന്ന സൗന്ദര്യ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഈ വൃശ്ചിക മഹോത്സവവും മണ്ഡലകാല മഹോത്സവവും പ്രേരകമാവട്ടെ. അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ദൈവത്തെ കൊണ്ടുപോകണം. തൊഴുന്നത് ആ വെളിച്ചത്തെ ഏറ്റുവാങ്ങലാണ്. തൊഴുന്നത് ശ്രീകോവിൽ കത്തിച്ചിരിക്കുന്ന വെളിച്ചത്തെ ഏറ്റുവാങ്ങലാണ്. ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം. വെറുതെ ഇട്ടാ പോരാത്. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. അങ്ങനെ മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കാതെ, ഇരുട്ട് പ്രവേശിക്കാതെ വെളിച്ചത്തിന്റെ ഉറവിടമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കില്ല. ഓപ്പറേഷനെല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചുപോയി എന്ന് പണ്ടൊരു ഡോക്ടർ പറയുന്നു. അതുപോലെ അമ്പലമെല്ലാം ഗംഭീരമാണ്, ഉത്സവം ഗംഭീരമാണ്, പക്ഷെ മനുഷ്യന്മാർക്ക് സംസ്കാരം മാത്രം ഇല്ല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം ഇവരിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ഒരുപാട് ആളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത തത്വമസി എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾ സഹകരിച്ചാൽ അതിൻ്റെ ഗുണം ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. അത് ഗുണമായിട്ട് പെരുകി പെരുകി വരും എന്ന കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ച് ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊരു സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുകയും അതിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിക്കുകയും ചെയ്ത് എന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.